ഇറ്റ്സ് ആമി. ഞങ്ങൾ എന്നാ ഒന്ന് ഫുഡ് കഴിക്കാൻ പുറത്തു വന്ന് വിചാരിച്ചു. കാറിലൊക്കെ കയറി വൈബായിട്ട് ചില്ലായിട്ടാണ് കേട്ടോ പോണത്. സോഷ്യൽ കിച്ചണിലേക്കാണ് പോയത്. എപ്പോഴും അവിടെ തന്നെയാണ് കഴിക്കാൻ പോവാറ് മിക്കവാറും. ഇന്ന് നല്ല തിരക്കായിരുന്നു. നോർമലി പോകുമ്പോൾ ഇത്ര തിരക്കുണ്ടാവില്ല, ഇത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. മെനുവിലും കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഗ്യാസിന്റെ പ്രശ്നം കാരണം കുറെ സാധനങ്ങളൊന്നും അവർ അതിന്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഓറിയോ ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഇത് കൊടുക്കാൻ അവൾ അങ്ങോട്ട് പോയത്. ഞങ്ങൾ അവിടെ വന്നിരുന്നു. ഫുള്ളായിരുന്നു കേട്ടോ, സീറ്റൊന്നും പെട്ടെന്ന് കിട്ടി. കുറച്ചേരം കഴിയുമ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ കുറെ നേരമായിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഓടി ഓടി കളിക്കുകയായിരുന്നു. ഞങ്ങൾ ഫുഡ് വാങ്ങാനായിട്ട് കുറെ നേരം അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഫുഡൊക്കെ കിട്ടി. ഞാനൊരു ഓപ്പൺ ബട്ടർ മസാല ദോശ പറഞ്ഞത്, അമ്മ ഒരു ഓണിയൻ ഉത്തപ്പം, പിന്നെ അച്ഛനൊരു റാഗി ദോശ, പിന്നെ അതും ഒരു മഷ്റൂം മസാല ദോശ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഓപ്പൺ ബട്ടർ മസാല ദോശ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതേ പറയാറുള്ളൂ. തന്നെയാണ് ആദ്യമാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ പനീർ മസാല ദോശ ഇല്ലെങ്കിൽ ഈ മഷ്റൂം, ഇത് രണ്ടിലേതെങ്കിലും. അത് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയത്. അവിടെ എത്തിയപ്പോൾ നൂഡിൽസ് ഇല്ല. അങ്ങനെ ഞാൻ എന്താ ബട്ടറൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്. നല്ല ചൂടുണ്ടായിരുന്നു. ടേസ്റ്റ് പിന്നെ പറയേണ്ടല്ലോ, അടിപൊളിയാണ്. ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ആദ്യം എന്നെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കണം. അവളുടെ ഓരോ ഷേക്കൊക്കെ ഫുൾ ഇങ്ങനെ കുടിക്കുകയാണ്. ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. സോഷ്യൽ കിച്ചണിന്റെ തൊട്ടടുത്ത് തന്നെ പെനി ഉണ്ട്. നമ്മൾ എപ്പോഴും സോഷ്യൽ കിച്ചണിൽ പോയാൽ പെനിയിൽ കയറും. ഇന്ന് പിന്നെ എനിക്ക് ഐസ്ക്രീം കഴിക്കേണ്ട ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അവള് മാത്രമേ വാങ്ങിയുള്ളൂ. പെനിയും എപ്പോഴും ഉള്ളൊരു സ്പോട്ട് തന്നെയാണ്. അവിടുത്തെ ഐസ്ക്രീംസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഐസ്ക്രീംസ് ആണ്. അവളൊരു മോൾട്ടഡ് ബ്രൗണിയാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് പാലക്കാട് മൈതാനത്ത് എന്തോ മ്യൂസിക് നൈറ്റോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.